നല്ലൊരു മുട്ടക്കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. എന്ന് വെച്ചാൽ ഉള്ളി വഴറ്റി സമയം കളയണ്ട. 4 മുട്ട 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. മുട്ടത്തോട് മാറ്റി ക്ലീൻ ചെയ്ത് എല്ലാ മുട്ടയും ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലേ കുറച്ച് മസാലയുടെ ടേസ്റ്റ് മുട്ടയ്ക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു പാത്രത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുപോലെ വിതറിയിടുക. അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി വിതറാമേ. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലയും കൂടി വിതറി മിക്സ് ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടകൾ അതിലേക്കിട്ട് ഇതുപോലെ പാത്രത്തിനുള്ളിൽ മുട്ടകൾ ഉരുട്ടിയെടുക്കുമ്പോൾ മുട്ടയിൽ എല്ലായിടത്തും മസാലപ്പൊടികൾ പിടിച്ചു കിട്ടും. പിന്നെ ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. ഈ സമയം കറി ഉണ്ടാക്കേണ്ട പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുത്ത് ഈ മുട്ടകൾ അതിലേക്കിട്ട് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്താൽ മുട്ടയുടെ പുറംഭാഗം ഒരുപാടങ്ങ് ഹാർഡായി പോവേ. ഒരു കഷ്ണം ഇഞ്ചി, 1 കൈപ്പിടി വെളുത്തുള്ളി, 1 പച്ചമുളക് ഇത്രയും ചതച്ച് വയ്ക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചേക്കണേ. മുട്ട ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് വഴറ്റാം. 3-4 മിനിറ്റിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റി പച്ചമണം മാറി വരുമ്പോൾ കറിക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇത്രയും പൊടികൾ സവാളയിലേക്കിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വഴറ്റി പച്ചമണം മാറുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തക്കാളി വേഗം വരെ വെയിറ്റ് ചെയ്യാം. ചാറോട് കൂടി മുട്ടക്കറി വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിതിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് തിളപ്പിച്ചാൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമാണെങ്കിൽ ചേർക്കാൻ മറക്കണ്ട. ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമായിരുന്നു. കൂടാതെ അപ്പവും ചപ്പാത്തിയൊക്കെ മുട്ടക്കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. കൂടെ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്